എറണാകുളം എന്ന് വിചാരിക്കുന്നു. മലപ്പുറത്തടിക്കാനാണ് സാധ്യത കൂടുതലെന്ന് എനിക്ക് തോന്നുന്നു. ദൈവം വിചാരിക്കുവാനേ നടക്കുള്ളൂ. തൃശ്ശൂരാണ് സാധ്യത. പത്തനംതിട്ട എനിക്കടിച്ചാൽ വളരെ നല്ലതായിരിക്കും. ഭാഗ്യമല്ലേ, അടി എവിടാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ സംഭവിച്ചു പോയിട്ടൊന്നും പറയാനും പറ്റൂല. എല്ലാ പ്രാവശ്യവും ബമ്പർ കൊടുക്കാറുണ്ട്, സാധാരണത്തെ ടിക്കറ്റുകൾ എടുക്കാറുണ്ട്. പക്ഷേ ഒന്നും കിട്ടാറൊന്നുമില്ല. ഇനിയിപ്പോൾ ഇപ്രാവശ്യത്തെ ബമ്പർ എടുത്തിട്ടുണ്ട്, അത് എവിടെ അടിക്കുക ആർക്ക് അടിക്കാന്നൊന്നും നമുക്കറിയില്ല. എന്നും പൈസ ഒക്കെ എന്നും കളയുന്നുണ്ട്. എറണാകുളം ജില്ലക്ക് കിട്ടേണ്ടതാണ്. കഴിഞ്ഞ പ്രാവശ്യം പ്രതീക്ഷിച്ചതാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നില്ല, ഇത്തവണ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ട്. എറണാകുളം ജില്ലക്ക് സെക്കൻഡ് പ്രൈസ് വന്നിട്ടുണ്ട്, ഫസ്റ്റ് പ്രൈസ് ഒരെണ്ണം വരണം. ഞാനും എടുത്തിട്ടുണ്ട് ടിക്കറ്റ്. എൻ്റെ ഇത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പത്തനംതിട്ട അടിക്കാൻ ചാൻസ് ഉണ്ട്. അതാണ് ഞാൻ അവിടുന്ന് എടുത്തേക്കുന്നത്. അതുകൊണ്ട് ഞാൻ അതല്ലേ പറയത്തുള്ളൂ. ദൈവം വിചാരിക്കുവാനേ നടക്കുള്ളൂ. പിന്നെ സംഭവിച്ചു പോയിട്ടൊന്നും പറയാനും പറ്റൂല. ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഭാഗ്യമല്ല. ഊഹാപോഹങ്ങൾ കാറ്റിൽ പറത്തി ഇത്തവണത്തെ ഓണം ബമ്പർ ഒന്നാം സമ്മാനം TH 57 78 25 എന്ന നമ്പറിൽ വിറ്റ ലോട്ടറിക്കാണ് അടിച്ചിരിക്കുന്നത്. ഭാഗ്യശാലിക്കുള്ള ടിക്കറ്റ് വിറ്റത് എറണാകുളം നെട്ടൂർ സ്വദേശിയായ ലോട്ടറി ഏജന്റ് ലതീഷാണ്. ആരാകും 25 കോടിയുടെ ഭാഗ്യശാലി എന്നറിയാൻ ഇനിയും കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. മുൻവർഷങ്ങളിലെ പോലെ ഭാഗ്യശാലി രംഗത്ത് വരാനും വരാതിരിക്കാനും സാധ്യതയേറെയാണ്. ഭാഗ്യശാലിക്ക് ഒന്നാം സമ്മാനം 25 കോടി രൂപയാണ് ലഭിക്കുന്നത്. ഉച്ചയ്ക്ക് 1 മണിക്ക് ഗോർക്കി ഭവനിൽ ധനകാര്യമന്ത്രി KN ബാലഗോപാൽ നറുക്കെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. 500 രൂപയായിരുന്നു ടിക്കറ്റ് വില. ആകെ അച്ചടിച്ചതിൽ 75 ലക്ഷം ടിക്കറ്റുകൾ വിറ്റുപോയിരുന്നു. ഒന്നാം സമ്മാന തുകയിൽ ഏജന്റ് കമ്മീഷൻ 7%, നികുതിയായി 30% കിഴിച്ച് ബാക്കിയുള്ള തുകയായിരിക്കും വിജയിക്ക് ലഭിക്കുക. 7.5 കോടിയോളം നികുതിയായി പോകും. 2 കോടിക്കടുത്ത് ഏജന്റ് കമ്മീഷനായി ഈടാക്കും. ഏതാണ്ട് 16 കോടി രൂപയാണ് ഒന്നാം സമ്മാനമായ 25 കോടിയിൽ നിന്ന് ഭാഗ്യശാലിക്ക് ലഭിക്കുക. രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക് ലഭിക്കും. മൂന്നാം സമ്മാനം 50 ലക്ഷം വീതം 20 പേർക്ക്. നാലാം സമ്മാനം 5 ലക്ഷം വീതം 10 പേർക്ക് ലഭിക്കും. അഞ്ചാം സമ്മാനം 2 ലക്ഷം രൂപ വീതം 10 പേർക്ക്. ഓണം ബമ്പർ ടിക്കറ്റ് ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നത് പാലക്കാടാണ്. 10 ലക്ഷത്തിലധികം ടിക്കറ്റുകളാണ് ഇവിടെ വിറ്റുപോയത്. രണ്ടാം സ്ഥാനത്ത് തൃശൂർ ജില്ലയും 3-ാം സ്ഥാനത്ത് തിരുവനന്തപുരം ജില്ലയും എത്തിയിരുന്നു. ഈ മാസം 27-ാം തീയതി നടത്താൻ തീരുമാനിച്ചിരുന്ന നറുക്കെടുപ്പ് അപ്രതീക്ഷിതമായുണ്ടായ കനത്ത മഴയും GST സംബന്ധമായ മാറ്റങ്ങളും പരിഗണിച്ച് ഏജന്റുമാരുടെയും വിൽപ്പനക്കാരുടെയും അഭ്യർത്ഥന പ്രകാരം മാറ്റിവെച്ചിരുന്നു. വൻ സന്നാഹങ്ങളോടെയാണ് ഇന്ന് നറുക്കെടുപ്പ് നടന്നത്.